കനിയണമേ. ഞാനോ കുറയണമേ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 8. അക്കാലത്ത് യേശു അവിടെ നിന്ന് നടന്നു നീങ്ങവേ മത്തായി എന്നൊരാൾ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. യേശു അവന്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരുന്നപ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും വന്ന് അവനോടും ശിഷ്യന്മാരോടും കൂടെ ഭക്ഷണത്തിനിരുന്നു. ഫരിസേയർ ഇത് കണ്ട് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തുകൊണ്ട്? ഇത് കേട്ട് അവൻ പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. കർത്താവിന്റെ സുവിശേഷം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. ആഗോള തിരുസഭ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. എന്നെ അനുഗമിക്കുക എന്ന ഈശോയുടെ ഒറ്റ വിളിയിൽ സർവ്വതും ഉപേക്ഷിച്ച് ഈശോയ്ക്കൊപ്പം ചെന്ന ഒരു പിരിവുകാരൻ. അന്നുവരെ സമൂഹം അവഗണിച്ചിരുന്ന അവൻ അതുവരെ ഉണ്ടായിരുന്നതൊക്കെ ഉപേക്ഷിച്ച് പുതിയൊരു യാത്ര തുടങ്ങുകയായിരുന്നു. ചുങ്കക്കാരനും പാപിയുമായിരുന്നവനെ ക്രിസ്തു തന്റെ ശിഷ്യനാക്കി തീർക്കുന്ന വചനഭാഗമാണിത്. സമൂഹം ചുങ്കക്കാരനെന്ന് മുദ്രകുത്തി അകറ്റി നിർത്തിയവനെ ക്രിസ്തു തന്റെ ശിഷ്യനായി തിരഞ്ഞെടുക്കുന്നു. മനുഷ്യന്റെ വിചാരങ്ങൾക്കപ്പുറമാണ് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പുകളെന്ന് ഇന്നത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹെറോദ് രാജാവിന് വേണ്ടി ഗലീലയിൽ ചുങ്കം പിരിച്ചിരുന്ന ലേവി അങ്ങനെ മത്തായിയായി മാറി. സമൂഹത്തിൽ അവഹേളിക്കപ്പെട്ടിരുന്ന പാപികളോടും ചുങ്കക്കാരോടും ഒപ്പം യേശു ഭക്ഷണം കഴിക്കുകയും അവരോടൊപ്പം ആയിരിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ വിമർശിച്ച ഫരിസേയരോടും നിയമജ്ഞരോടും യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. ചുങ്കക്കാരും പാപികളും എന്നില്ലാതെ തന്റെ അടുക്കൽ വരുന്നവരെ എല്ലാം സ്വീകരിക്കുന്ന മനോഭാവവുമായി നമുക്കായി കാത്തിരിക്കുന്നവനാണ് ക്രിസ്തു. ക്രിസ്തുവിന്റെ കാരുണ്യത്തെ അടുത്തറിയുന്ന നല്ല ജീവിതങ്ങളായി നമുക്ക് രൂപാന്തരപ്പെടാം. മനുഷ്യന്റെ വിധികളെക്കാൾ ഉപരി ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പുകളെ നമുക്ക് സ്വീകരിക്കാം. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകട്ടെ. ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.